മഞ്ചേരി ആദ്യത്തെ ബാക്കിക്കൂടെ ഉണ്ടോ? പനിച്ചുണ്ടോ രാജിക്ക്? മാക്സോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജിബിൻസ് വേൾഡ്. ഇന്ന് വൈകുന്നേരം ആട്ടോ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ വൈകുന്നേരത്തെയും രാത്രിയത്തൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളി. അപ്പോൾ ഞാൻ കറി വെക്കാനൊക്കെ ഒന്ന് അടുക്കളയ്ക്ക് വന്നതാട്ടോ. ഉച്ചക്കൊക്കെ വേറെ കറി ഉള്ളതിനോട് ഞാൻ രാത്രിക്ക് വെക്കാമെന്ന് വിചാരിച്ചു കറി. അപ്പോൾ മീൻ കറി വെക്കാനും പൊരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മീനൊക്കെ ഞാൻ രാവിലെ തന്നെ ക്ലീൻ ചെയ്തും പിന്നെ പൊരിക്കാനുള്ള മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പണിയൊന്നുമില്ല. മുട്ട അതിൽ മീനുണ്ടേ. അപ്പോൾ മോള് സ്വന്തമായിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പൂതിയാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് കത്തുന്നില്ല. പിന്നെ ഞാൻ കത്തിച്ചു കൊടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ പണികളൊന്നും തീർക്കുന്നുണ്ട് കേട്ടോ. കറി വെക്കാനൊക്കെ ഉള്ളത് ചെറിയ പണികളൊക്കെ ഉള്ളൂ. എനിക്കത് പറ്റൂല. പേടിച്ചാക്കിട്ട കുറച്ച് താഴെ കുടിച്ചിട്ട് ചട്ടിക്കാക്ക് ഇല്ല. ഇതിപ്പം നൈസിക്ക് തള്ളിയെടുത്ത് പേടിച്ചിട്ടാ. എനിക്കത് പറ്റൊന്നുമില്ല. അതുപോലെ വെച്ചിട്ട് ഞാൻ എന്തായാലും സ്വന്തക്ക് പഠിച്ചും പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ അവളെ മുട്ട അവള് സ്വന്തക്ക് പൊരിച്ച സന്തോഷത്തോടെ നോക്കി കേട്ടോ. അവള് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ കത്തി കൊണ്ട് പിന്നെ അവൾ മുട്ട എടുക്കാൻ നോക്കിയപ്പോൾ ആ മുട്ടൻ്റെ തോല എനിക്ക് കൊഞ്ഞായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കാൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനോട് എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓളം മുട്ടൊക്കെ പൊരിച്ച് ഓളവിടെ നിന്ന് പറഞ്ഞയച്ചു കേട്ടോ അടുക്കളയിൽ നിന്ന്. ഓക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പൂതിയാണ്. സ്വന്തമായിട്ട് കഴിക്കണം കേട്ടോ മുട്ട. പിന്നെ ഓല ഉണ്ടാളും 50-50 ഒക്കെയാണ് കഴിച്ചോളൂ കേട്ടോ. മുട്ട മുട്ട പോരേ മുട്ടയിട്ട പൊള്ളുവോ? കുറച്ച് കഴിഞ്ഞിട്ട് പോവറാജി. മോന് പിന്നെ എപ്പോഴും കാക്കച്ചി കല്യാണി. ഓന് കാക്കച്ചി ഒരു കാർട്ടൂണായിട്ടത് എപ്പോഴും അത് വേണം. അത് ചോദിച്ചവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ അവന് TV ഓണാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം മരുവിൻ്റെ സമയമൊക്കെ കേട്ടോ. പിന്നെ അവനോട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൗണ്ടൊക്കെ കുറച്ച് ഓണാക്കി കൊടുത്തതാണ്. ഇവളിത് അവിടെ മുട്ട വേവ് കയറി രസമല്ല എന്ന് പറഞ്ഞവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സ്കൂൾക്ക് കൊണ്ടുപോയത് നല്ല അധികം വേവില്ലാത്തതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതത്ര ടേസ്റ്റ് ഇല്ല, അതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏതായാലും കഴിക്കൂട്ടോ. അത് കഴിച്ചപ്പോൾ ഞാൻ മോനൊന്ന് TV ഓണാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവൻ്റെ കാർട്ടൂണ്. ആ ഇടയിൽ എനിക്ക് കുറച്ച് വേറെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അടുക്കളയിൽ പാത്രം കഴുകുക അങ്ങനത്തെ ചെറിയ പണികളൊക്കെ, പിന്നെ ഡ്രസ്സ് മടക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ ആ പണിക്കൊക്കെ പോയിട്ട് ഓലോടെ ഇരുന്ന് കളിക്കട്ടെ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകാൻ കേട്ടോ. ഇക്കവിടെ പുറത്ത് പണിയിലാണ്. ഇൻഡസ്ട്രിയൽ വർക്കാട്ടോ. ഇക്കാക്ക് ഇൻഡസ്ട്രിയൽ വർക്കും പിന്നെ കരാറിൻ്റെ വർക്കൊക്കെയാണ്. കോൺട്രാക്ടറാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വീട്ടിൽ തന്നെയുള്ളൊരു വർക്കാട്ടോ. മൂക്കൊരു കിഡ്സ് പിന്നെ കോട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങളതിങ്ങനെ നോക്കി കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആക്കി വെച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞങ്ങ് നിൽക്കുക കേട്ടോ. 9 മണിക്ക് ശേഷമൊക്കെ. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും വിശക്കുണ്ട്. ഇക്കെപ്പോഴോ ഭക്ഷണം കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ സമയമില്ലാഞ്ഞിട്ട് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മോനൊന്ന് ഇവിടെ അടുത്തുള്ള കടയൊക്കെ തന്നെ കേട്ടോ. ഞങ്ങളടുത്ത് വാവൂര് പറഞ്ഞ സ്ഥലത്ത് തന്നെയുള്ള കടയൊക്കെ പോണത്. അപ്പോൾ ഞാൻ മോനെ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്ന് റെഡി ആയിട്ട് പോവട്ടെ. അപ്പോൾ അതിന് 10:45 കേട്ടോ സമയം. അപ്പോൾ ഞങ്ങൾ രാത്രി എല്ലാവരും കിടക്കാൻ നേരത്ത് ഞങ്ങൾ പുറത്ത് പോകാനുണ്ട്. ഞങ്ങളല്ലെങ്കിൽ അങ്ങനെ കിടക്കാൻ നന്നായിട്ട് നേരം വൈകിട്ടോ. ഇനിയിപ്പോൾ പുറത്തൊന്നും പോയിട്ടില്ലെങ്കിലും നല്ലോണം കിടക്കാൻ നേരം വൈകിട്ടോ. മക്കളൊക്കെ ഉറങ്ങാൻ നല്ല സമയം വൈകുമ്പോൾ തീരെ ഉറങ്ങൂല. പോലെ കുറഞ്ഞിട്ടില്ല ഇപ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ നേരം വൈകിട്ടോ.
പിന്നെ ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. പക്ഷേ കടയൊക്കെ അടുത്താണെങ്കിലും നമ്മൾ ഒരു കടയ്ക്കൊക്കെ പോയാൽ സമയം പോകണത് അറിയില്ല. അങ്ങനെ ഓരോ സാധനം വാങ്ങി വീട്ടിലെത്തി. കിടന്നപ്പോത്തിന് 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഞങ്ങൾ പോയത് മോൻ്റെ പമ്പേഴ്സ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങാനാണ് കേട്ടോ മെയിനായിട്ട് പോയത്. പിന്നെ വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും പോയതല്ലേ, അപ്പോൾ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. പോകുമ്പോൾ ഞാൻ ഇക്കാനോട് പറയട്ടോ ഒന്നും വാങ്ങാനില്ല ജസ്റ്റ് ഒന്ന് പോയി പോന്നാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെ ഒന്നല്ല സംഭവിക്കില്ല. എല്ലാവരും പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. വീട്ടിൽ കുറേ പിന്നെ വരുമ്പോഴത്തേന് പോരുമ്പോൾ കുറേ സാധനം ഉണ്ടാവും കേട്ടോ. അപ്പം പമ്പേഴ്സ് ഞാൻ ഓൺലൈനിൽ നിന്നാട്ടോ അധികം വാങ്ങൽ, ഇങ്ങനെ ബൾക്കായിട്ട്. അപ്പോൾ അത് എത്താൻ 2 ദിവസം 30-ാം തീയതി എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതോളം യൂസ് ചെയ്യാനുള്ള 2 ദിവസത്തിനുള്ളതൊക്കെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ വീട്ടിലേക്കുള്ള പിന്നെ കുറേ ചോക്കോസും, വീട്ടിലേക്ക് മോക്കുള്ള ചോക്കോസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഹോർലിക്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഞാൻ ഓട്സായിട്ട് കഴിക്കൽ രാവിലെയും രാത്രിയും. അപ്പം അത് വാങ്ങി. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. പിന്നെ മോക്ക് എവിടെ എത്തിയാലും ഏത് കടയിൽ കയറിയാലും അവിടെ പെൻസിലും പേനയും ഏതെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കൂട്ടോളൂ. അങ്ങനെ ഇവിടെ വലിയ വെറൈറ്റി ഒന്നും കണ്ടിട്ടില്ല. കിട്ടിയിരുന്നൊക്കെ ഏതൊക്കെ പെറുക്കിയൊക്കെ എടുത്ത് അങ്ങനെ അതും കളറൊക്കെ എടുത്ത്. പിന്നെ നോക്ക് ഈ വളയും മാലയൊക്കെ ഇങ്ങനെ കണ്ടാലൊക്കെ ഒരു പൂതിയുണ്ട്. പക്ഷെ ഓളൊന്നും ഇടൂല. അവിടെയും ഇവിടെയും വീട്ടിലുണ്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ഇടാന്നല്ലാതെ ഓളൊന്നും ഇടൂല കേട്ടോ. പിന്നെ വളമൊന്നും തീരെ അങ്ങനെ ഇടൂല ഓള്. ഹെയർ ബാൻഡും ഒക്കെ ഇങ്ങനെ കാണിച്ചില്ല കേട്ടോ ഓള്. പിന്നെ ഞങ്ങൾക്ക് അതേപോലെ തന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുണ്ടാവുമ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണമല്ലോ. ഓൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ. നമ്മൾ സാധാ കഞ്ഞിയും ചോറൊന്നും ഓൾക്ക് അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓൾക്ക് കൊടുക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങി. പിന്നെ പച്ചക്കറികളും നമുക്ക് അത്യാവശ്യമുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ. ഇന്നാലെ നല്ല നമ്മൾ പോയതിപ്പോൾ ഒരു പമ്പേഴ്സ് വാങ്ങാനെന്ന് പറഞ്ഞിട്ടുണ്ട്. പോന്നപ്പോൾ 2000 റുപ്യേൻ്റെ ബില്ല് ഞങ്ങൾ ആക്കിയിട്ട് പോന്നിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. പിന്നെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചതിനെ കൊണ്ട് ആ ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നും കാർട്ടൂണാണ്. ഇപ്പോൾ വണ്ടിയിലും കാർട്ടൂൺ തന്നെ ഇട്ടത്. മോക്ക് എന്താ അവളെ നോട്ട് ബുക്കിൽ എന്തോ ഒന്ന് അവൾ കാറിലിട്ട് കണ്ടുകൊണ്ട് പോരുക കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. വീട് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, കടൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പോകുന്നത് കുറേ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വന്ന് മേലൊക്കെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് മക്കളൊക്കെ ഒരു ലെവലാക്കി കിടക്കുമ്പോഴത്തേനും അതിൽ സമയമാവും കേട്ടോ. പിന്നെ നാളെ മിറാജിൻ്റെ നോമ്പാണ്. ഇൻഷാ അല്ലാഹ് നേരത്തെ എണീക്കണം. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതും അല്ലാത്ത സ്റ്റോറിലേക്ക് വെക്കാനുള്ളതൊക്കെ അങ്ങനെ വെച്ച്. പിന്നെ ഇവർക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. പോയപ്പോൾ കഴിച്ചതൊക്കെ വന്നപ്പോഴത്തേനും അവർക്കൊക്കെ വിശന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വത്തക്ക, പിന്നെ മുന്തിരി, അങ്ങനത്തെ വാങ്ങിയ ചില ഫ്രൂട്ട്സൊക്കെ അവർക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് ഞങ്ങൾ പോയി കിടന്നു കേട്ടോ. മാത്രമാണെന്ന് അങ്ങനെ തിന്നാളാ. പിന്നെ വലുതായിട്ട് ഒതുക്കൊന്നും വെച്ചില്ല കേട്ടോ. ഒക്കെ ഒന്ന് ഫ്രിഡ്ജിക്ക് വെക്കാനുള്ളതും അങ്ങനെയൊക്കെ വെച്ച് സ്റ്റോർക്കൊക്കെ വെച്ച് അങ്ങനെ വെച്ചിട്ടുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ റെഡിയാക്കാം. പിന്നെ ഈ വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ നല്ല കമൻറ്റുകളൊക്കെ പോന്നോട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.